ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് പുറത്ത് പോയി നോക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇതാ ഇവിടെ വന്നിരുന്ന സമയത്ത് വലിയ വെളിച്ചൊന്നും വന്നില്ല, നല്ല ഇരുട്ടായിരുന്നു പുറത്ത്. അപ്പം ഞാൻ രാവിലെ തന്നെ അമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ വഴുതിന തോരനാണ് ആക്കുന്നത്, മെഴുക്ക് വരട്ടി പോലെ. അപ്പം ഇന്നലെ വഴുതിന മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെമ്മീൻ കറി ആക്കാമെന്ന് വെച്ചിട്ട് ചെമ്മീനൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെജിറ്റബിൾ ഞാൻ ഇന്ന് അരിഞ്ഞതാട്ടോ. ഇതുപോലെ മുളകും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് പിന്നെ ഞാൻ വെച്ച് ദോശ ചൂടാന്ന്, കാരണം ദോശയാക്കാമെന്ന് വെച്ചാൽ ചെമ്മീൻ കറി ഉണ്ടാകുമ്പോൾ ദോശയും കൂടി കഴിക്കാമല്ലോ. അപ്പോൾ ദോശ ഞാൻ അവിടെ നിന്ന് ചുടുന്നുണ്ട്. പിന്നെ തേങ്ങ അമ്മ എനിക്ക് ചിരകി തന്നത് ഞാനിതാ ഇവിടെ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചാട്ടോ ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്തടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടായി അടുത്തടുത്തുനിന്ന് ചെയ്യാനാട്ടോ ഇഷ്ടം. അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് ദോശ ചുടുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് തേങ്ങ അരക്കും. അതായത് മിക്സി അടുത്ത് തന്നെയാകുമ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് പിടിക്കാമല്ലോ. അതേപോലെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അതാ ഇഷ്ടം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഒന്ന് വേറൊരു സ്ഥലത്ത് ഒന്ന് അങ്ങനെ ദൂരെ ഇല്ലതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാട്ടോ. അതപ്പോൾ ഞാൻ തേങ്ങ അരക്കുന്നതുകൊണ്ട് നേരെ ദോശ അടുപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ ഞാൻ എന്ത് ചെയ്തു, എടുത്ത് മാറ്റി വെച്ച് തന്നെ അടുത്ത ദോശയ്ക്ക് പരത്തി അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ എനിക്ക് ദോശ ചുടുമ്പോഴേ അങ്ങനെ ദോശ മാത്രമായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് അവിടെ നിന്ന് ചുട്ടെടുക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ എന്തെങ്കിലും കറികളോ അല്ല അടുത്ത പണികളോ ചെയ്യാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ പോയത് ദിയമോളെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ദിയമോൾ ഇതാ മിക്കി ഇതൊക്കെ മുടിയൊക്കെ കെട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളെ വിളിച്ചാൽ അവൾ എന്ത് ചെയ്താലും എഴുന്നേക്കില്ല. ഇതുപോലെ ഒന്ന് പൊക്കിയ ശേഷം പിന്നെ ആദ്യം ബെഡിലേക്ക് വീഴും. അപ്പോൾ ഞാൻ എപ്പോഴും വിളിക്കൽ തന്നെയാണ്, കൂടുതലായിട്ട് വിളിക്കൽ തന്നെയാണ്. അല്ല ഇതുപോലെ പൊക്കിയെടുത്തിട്ട് നടത്തി കൊണ്ടുപോവുക ചെയ്യൽ. കാരണം നമ്മൾ ഒന്ന് വിളിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തിയാലും പിന്നീട് അവൾ അതേപോലെ അവിടെ കിടക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ മടക്കി വെക്കുന്നത് ചിലപ്പോൾ പ്രഹസനാണെന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ ഇതുപോലെ എല്ലാ ദിവസമൊന്നും മടക്കി വെക്കാറില്ല. എനിക്ക് ഇന്ന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എഴുന്നേറ്റ് പിന്നെ തലേന്നേ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചുകൊണ്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഓട്ടമായിരിക്കും. അങ്ങനെ ദിയമോളെ ഞാൻ ഒരുക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഒരുങ്ങുന്നത് ഞാനാട്ടോ. മുഖത്തെ പിന്നെ സൺസ്ക്രീനും അതുപോലെ തന്നെ വൈറ്റമിൻ സി സെറൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. ഇത് ദിയമോളെ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുക, കാരണം അവൾ ഓട്ടോ പെട്ടെന്ന് വരും. അപ്പോൾ ലഞ്ച് ബോക്സ് എടുത്താൽ വന്നാൽ വേഗം ഓടിയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അത് അവിടെ വെക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് അടിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയാളെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പോകുമ്പോൾ അവൾക്ക് വിഷമം ഉണ്ടാവും. ഞങ്ങൾ പോയി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിന്നെ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്